മാം എന്നെ സഹായിക്കുമോ? എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു കുഞ്ഞിനെയും കൂടെ നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജോലി ശരിയാക്കി തന്നാലും മതി. അമ്മ അറിയുന്നതിനേക്കാൾ മുന്നേ അവരറിഞ്ഞു പോക്സോ കേസ് കൊടുത്തു എന്നുള്ള കാര്യം. മോളെ പറ, മോളെ കൊണ്ട് ആരാ പറയിച്ചേ, മോള് പറ. എന്നിട്ട് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കേസാവും. അതുകൊണ്ട് ആ കുട്ടിയെ വേറെ സ്ഥാപനത്തിലോട്ട് വിട്ടു. പക്ഷെ ഇത് കേസായോ പോക്സോ ആയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കേസ് പോക്സോ കേസായി. ഇപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് എനിക്കറിയത്തില്ല. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ റോഡിൽ ഉപേക്ഷിച്ചു. 2 പോലീസുകാർ ഞാനും എൻ്റെ മോളും കൂടെ താങ്ങിയെടുത്ത് ലക്ഷ്മിയെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതാ. ഒരു വട്ടം പോലും ആ കാലൊന്നും അനങ്ങിയിട്ടില്ല. റാന്നിയിൽ അവർ അച്ഛനാണ് ഇത്. ഈ വീഡിയോക്കകത്തൊക്കെ വന്നിട്ടുള്ള അവർ അച്ഛനാണിത്. ഈ ലക്ഷ്മിയുടെ കാര്യം പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? അച്ഛനെ ഏൽപ്പിച്ചു. ഞാൻ അന്യതയല്ല, അവരുടെ വീട്ടിൽ പോയി അവർ അച്ഛനാണ് അവിടെ നിൽക്കുന്നത്. അച്ഛനെ ഏൽപ്പിച്ചിട്ടാ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി മരണപ്പെട്ടു പോയി. ഇത് യൂട്യൂബിനകത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്ന ലക്ഷ്മി മരണപ്പെട്ടു പോയെന്ന്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൽ പറയുന്നൊരു കാര്യമാണ്, വിഷ്ണു കഞ്ചാവ് കേസിലെ പ്രതിയാണ്, കൊടും ഭീകരനാണ്, അതുപോലുള്ള ഒരുപാട് കേസുകൾ വിഷ്ണുവിൻ്റെ പേരിലുണ്ട്. വിഷ്ണു ഗൾഫിൽ പോകാനെ കൊണ്ട് പോലീസ് കേസ് ഉണ്ടെങ്കിൽ FIR ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അവൻ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് 10,000 ചെമ്മണ്ണ് ബാങ്കിൽ ജോലി കയറി. നിലവിലെ നിയമപ്രകാരം ഏതൊരു സ്ഥാപനത്തിലും ഇപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം അത് 10,000 പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിഷ്ണുവിന് കൊടുത്തത്. അപ്പം ആ 10,000 പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു വ്യക്തി വന്നിരുന്നിട്ട് ഇവിടെ മരിക്കുന്ന ആൾക്കാരുടെ ബോഡി വിൽക്കുന്നു, അല്ല അവയവങ്ങൾ വിൽക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ പ്രായമുള്ളവരുടെയൊക്കെ അവയവമൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് വിൽക്കാൻ പറ്റുമോ? ഇത് കേരളമല്ലേ? അങ്ങനെ വിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ? ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇങ്ങനെ പരിശോധന നടക്കുമ്പം ഇങ്ങനെ ഈ ബോഡിയൊക്കെ അങ്ങനെ വിൽക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനത്തിലും അങ്ങനെ ബോഡി വിൽക്കുകയോ അവയവം അങ്ങനെ കടത്തുകയോ ചെയ്യത്തില്ല. പ്രതിഷേധ പൗരസമിതിയുടെ ജാഥയുണ്ട് ഇവിടെ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു വാർഡ് മെമ്പർ ലൈവായിട്ട് വന്ന് വീഡിയോ ഇട്ടേക്കുന്നു. ഇവിടെ വന്ന് സമാധാനിപ്പിച്ചിട്ട് പോയതാ രാവിലെ. ആ കേസ് കൊടുത്തത് CWC ആണ്. അപ്പം അത് ചോദിക്കേണ്ട CWCയുടെ അല്ലേ ചോദിക്കേണ്ടത്? അതിനുശേഷം ഇങ്ങനെ ഒരു ആരോപണം ഇറക്കിയെന്ന് പറഞ്ഞു. ജഡ്ജി ഉൾപ്പെടെയല്ലേ വന്നേ. നമ്മൾ വെളിയിൽ നിൽക്കും, അവർ വന്ന് അമ്മമാരോട് സംസാരിച്ചിട്ട് പോകുന്നു, നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട്. എപ്പോഴും നമ്മുടെ അവിടെ അന്വേഷണത്തിന് ആളാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഈ ഓരോ പ്രശ്നത്തിൽ വരുന്ന പിള്ളേരെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കുട്ടികളും ഏറ്റവും കൂടുതൽ ഈ ജീവമാതയിലായിരുന്നു. അപ്പം ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുമ്പോഴത്തേന് എൻ്റെ മോളെ, എൻ്റെ വർഷയെ ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കുന്നത്. അവർ ഇഷ്ടത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ 24 മണിക്കൂറിനകം കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്ത് റിപ്പോർട്ട് CWCക്ക് നമുക്ക് അയക്കണം. അപ്പോൾ അത്രയും സ്നേഹിച്ച്, അത്രയും കണ്ട്, അത്രയും വളർത്തിക്കൊണ്ട് വന്ന ഒരു കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ആർക്കായാലും താങ്ങാൻ പറ്റത്തില്ല. തളർന്നു പോയ സമയമായിരുന്നത്. രക്തം പുരണ്ട കൈയാണെന്നോ എനിക്കറിയത്തില്ല എന്നെക്കുറിച്ച് പറയുന്നത്. അതേപോലെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് പിടിപാടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം പൂട്ടാതെ ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ പേര് അമ്പിളി എന്നാണ്. സ്ഥാപനം നടത്താനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് വേറെ എന്താണ്ടൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടി ഉദയഗിരിച്ച് എന്ന പേര് മാറ്റിയെന്ന്. ഇപ്പോൾ ന്യൂസിലൊക്കെ കണ്ട കാര്യമാണ്, ഈ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് 27 പേർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് നീതി ലഭിക്കുമെന്നൊരു വിശ്വാസം? തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. നമ്മുടെ ഈ തെളിവുണ്ടല്ലോ, അവരല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർ തെളിയിച്ചുകൊണ്ട് വരണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. പിന്നീട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണലി അടുപ്പമുള്ള ഒരു ആൾക്കാരായിരുന്നു. അവരും നിങ്ങൾക്കെതിരെ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞു. നിങ്ങൾ കേസ് ജയിക്കുകയാണെങ്കിൽ അവരുടെ വീഡിയോ റിമൂവ് ചെയ്യാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതെന്താണ് കാര്യം, സത്യാവസ്ഥ? അത് ആദ്യം ഞാൻ വിചാരിച്ചു
എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു സംഭവം ഏറ്റെടുക്കുന്നെങ്കിൽ സത്യസന്ധത മനസ്സിലായതിന് ശേഷം അത് ഈ വീഡിയോയ്ക്കകത്തൊക്കെ വരുത്തുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളെ വന്ന് കണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം അന്വേഷിച്ച് ഉറപ്പാക്കിയതിന് ശേഷമേ ഇത് ഒരു വീഡിയോ ചെയ്യത്തുള്ളൂ എന്നെനിക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നേരെ തിരിച്ചാണ് ചെയ്തത്. ഒരു വട്ടം പോലും ഞാൻ എന്നിട്ട് വിളിച്ചായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഒരു വോയിസ് മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സത്യാവസ്ഥ ഒന്ന് കണ്ടു ബോധ്യപ്പെട്ടൊരു വീഡിയോ ഇറക്കണമെന്ന്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കുന്ന 2-3 പുള്ളിക്കാരന് വിഷമം വന്നെന്ന് പറഞ്ഞ 2-3 ഒരു സംഭവങ്ങളുണ്ട്. പുള്ളിക്കാരന് വിഷമം വന്ന അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു കുട്ടിയെ CWC വഴി ഒരു കുട്ടിയെ നമുക്ക് തരുമ്പോഴത്തേന് നമുക്ക് ഈ അവരെ കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ 24 ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ 24 മണിക്കൂറിനകം കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്ത് റിപ്പോർട്ട് CWCക്ക് നമുക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കൗൺസിലിംഗ് പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മന്ത്ലി ഓരോ കൗൺസിലിംഗ് റിപ്പോർട്ട് നമ്മൾ CWC അറിയിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു വട്ടം ഒരു കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തപ്പോഴത്തേന് ആ കുഞ്ഞ് കരഞ്ഞ് ഒന്നും പറഞ്ഞില്ല. ഇപ്പം കരഞ്ഞപ്പം നമ്മുടെ കൗൺസിലർ പറഞ്ഞ് മോളെ ഒരു കാര്യം ചെയ്യും, മോള് പറയണ്ട, അതൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അപ്പം ആ കുഞ്ഞ് ഒരു പേപ്പറിനകത്ത് ആ കുഞ്ഞിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ കുഞ്ഞ് എഴുതി നമ്മുടെ കയ്യിലൊരു സബ്ജക്റ്റ്, അവൾക്ക് വിഷമം ഉണ്ടായ ഒരു കാര്യം, അവൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അവൾ എഴുതി തന്നു. അപ്പം ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ നമുക്കിത് റോങ് ആയിട്ട് തോന്നി. നമ്മൾ അന്നേരം തന്നെ അത് CWC അറിയിച്ചു. നമുക്ക് ഇപ്പം ഏതൊരാൾക്കായാലും JJ ആക്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുണ്ടായ ഏതൊരാളും അത് CWC അറിയിക്കണമെന്നാണ്, അല്ലെങ്കിൽ ചൈൽഡ് ലൈനെ അറിയിക്കണം എന്നാണ് നിയമം. അറിയിച്ചില്ലെങ്കിൽ നമ്മളും കൂടെ കൂട്ടുപ്രതിയാണ്. അതനുസരിച്ച് ഇത് കണ്ട ഉടനെ ഞാനത് അതേപോലെ തന്നെ അത് നമ്മുടെ ഒരു ലെറ്റർ പേഡ് കുഞ്ഞ് കൗൺസിലിംഗ് ചെയ്ത സമയത്ത് കുഞ്ഞിത് എഴുതി തന്നെന്നും പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്ത് CWCക്ക് മെയിൽ അയച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മാർച്ചൊക്കെ ആയപ്പോഴത്തേന് ഈ മാർച്ച് എക്സാം, കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മെയിൽ വന്ന് ഇവളെ 1 സ്റ്റോപ്പിലോട്ട് ഹാജരാക്കണമെന്ന്. നമ്മൾ അതും പ്രകാരം ഈ കുട്ടിയെ നമ്മൾ 1 സ്റ്റോപ്പിലോട്ട് ആക്കി. 1 സ്റ്റോപ്പിലാക്കി. പിന്നെ കുഞ്ഞിനെ 1 സ്റ്റോപ്പിലാക്കിയ പിന്നെ വേറൊരു കാര്യവും നമുക്കറിയാൻ പറ്റത്തില്ല. 1 സ്റ്റോപ്പിലാക്കി ഈ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർ 1 സ്റ്റോപ്പ് സർക്കാരിൻ്റെ അറിയത്തില്ലേ, സർക്കാരിൻ്റെ അവിടുന്ന് റിപ്പോർട്ട് CWCക്ക് കൊടുത്ത് CWC അത് കേസാക്കി. ആ കേസ് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ ആകെ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞ് ഈ എഴുതി തന്നത് CWC അറിയിച്ചു. CWC പിന്നെ ഈ കുഞ്ഞിനെ നമ്മുടെ കൗൺസിലിംഗ് റിപ്പോർട്ടിന് അവിടെ വിലയില്ല. നമുക്ക് ഇത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് അവർ നോക്കത്തില്ല. അവർ കുഞ്ഞിനെ രണ്ടാമത് സർക്കാരിൻ്റെ കൗൺസിലർമാരെ വെച്ച് 1 സ്റ്റോപ്പിൽ കൊണ്ട് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അവിടെ 1-2 ആഴ്ച കുഞ്ഞുങ്ങൾ അവിടെ നിന്നിട്ട് ആ കുഞ്ഞിനെ അവിടെ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർ കേസാക്കിയിട്ട് വേറെ സ്ഥാപനത്തിലോട്ടാണ് ആ കുട്ടിയെ വിട്ടതെന്ന് വെച്ചാൽ അവർ അമ്മ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വിടരുതെന്ന്. അതുകൊണ്ട് ആ കുട്ടിയെ വേറെ സ്ഥാപനത്തിലോട്ട് വിട്ടത്. പക്ഷെ ഇത് കേസായോ പോക്സോ ആയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കേസ് പോക്സോ കേസായെന്ന്. അപ്പോൾ ഈ കേസ് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഇവർ പറഞ്ഞ് വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തു, കൊച്ചു പിള്ളേരെ കൊണ്ട് എല്ലാ പിള്ളേരെ കൊണ്ട് പോക്സോ കേസ് കൊടുക്കുവാന്ന്. ഈ വീട്ടിൽ നമ്മൾ ഈ കുഞ്ഞ് വരുമ്പോഴത്തേന് ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമുക്ക് അവരുമായിട്ടൊന്നും വൈരാഗ്യമില്ല. നമ്മൾ ഇന്നെ വെറുതെ ഒരാൾക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾ പറയുന്നതേ നമ്മളത് ചെയ്യുന്നുള്ളൂ. നമ്മൾ കുഞ്ഞ് പറഞ്ഞത് CWC അറിയിച്ചു. CWC അത് സർക്കാരിൻ്റെ കൗൺസിലർമാർ കൗൺസിലിംഗ് ചെയ്തു. CWCക്ക് റിപ്പോർട്ട് കൊടുത്തു. അവർ CWC കേസ് കൊടുത്തു വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ജീവമാതയുടെ പേരും പറഞ്ഞാണോ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തത്? ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞല്ല, CWC ആ കേസ് തന്നേക്കുന്നത്. ആ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോയി പിന്നെ കുഞ്ഞിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കേസുമായിട്ട് ഞാനൊരു ബന്ധമില്ല. രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ കൊടുമണ്ണുള്ള ഒരമ്മൂമ്മയുടെ 3 കൊച്ചുമക്കളെ കുറിച്ച്. അതെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നത് അത് ഒരു പോക്സോ കേസാണ്. അതെന്ന് വെച്ചാൽ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. കേസ് കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്ത് ഈ കുഞ്ഞുങ്ങളെ അവർ CWCയുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് CWCയുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് രാത്രിക്ക് പോലീസുകാർ കൊണ്ടുവന്നതായി 3 കുഞ്ഞുങ്ങൾ. ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ആ അമ്മുമ്മത്തള്ള വീഡിയോ വന്ന് തിരിഞ്ഞു നിന്നിട്ട് ഈ വീഡിയോക്കകത്ത് പറയുക മക്കളെ മോളെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ആഷനൊക്കെ കാണിക്കുന്നുണ്ട്, അവിടെ തൊട്ട് ഇവിടെ തൊട്ടെന്നൊക്കെ ഞാൻ പറയിക്കാൻ. അത് കഴിഞ്ഞിട്ട് കേസാക്കിയതിന് ശേഷം CAയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് നമ്മുടെ ഹോമിൽ വന്ന് ഏതൊരു ഹോമിലായാലും വന്ന് കുഞ്ഞുങ്ങൾക്ക്
കുഞ്ഞുങ്ങളുടെ മൊഴി എടുക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നി സ്ഥാപനത്തിൻ്റെ സൂപ്രണ്ടോ അല്ലെങ്കിൽ കൗൺസിലിൻ്റെ അടുത്തിരിക്കുമ്പോഴേ നമുക്ക് സാന്നിധ്യത്തിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ വന്ന് മൊഴി എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടിയിരിക്കും, നമ്മൾ ചെയ്യുന്ന, എന്നിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കും കുഞ്ഞിനെ എഴുതുന്ന സമയത്ത് അടുത്തുണ്ടെന്നുള്ള സാക്ഷിക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കും. അതല്ലാതെ ആ കേസുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. കുടുംബം പോലീസ് ഇവിടെ അടുത്താണ്, കുടുംബം പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തത്. അതും പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു ഉപദ്രവിച്ചു, അച്ഛനെ ഉപദ്രവിച്ചു എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുത്തെന്ന്. ഇതൊന്നുമായിട്ട് ഞാൻ ഇതുവരെ ഒരു പോക്സോ കേസ് ഞാൻ കൊടുത്തിട്ടില്ല, ഒരു പീഡന കേസും ഒരു സ്റ്റേഷനിലും ഞാൻ കൊടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അവരറിയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരാ ഇപ്പൊ പറയുന്ന ആൾക്കാര് അമ്മ അറിയുന്നതിനേക്കാൾ മുന്നേ അവരറിഞ്ഞു പോക്സോ കേസ് കൊടുത്തു എന്നുള്ള കാര്യം. അപ്പൊ അവരേത് വഴിയായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക? അതെനിക്കറിയത്തില്ല. ഈ ഞാൻ ആദ്യം പറഞ്ഞ വെച്ചിച്ചിറ പോലീസ് സ്റ്റേഷനിൽ കേസായ ആ കുട്ടിയുടെ വോയിസ് പിന്നെ യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്. അത് എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് യൂട്യൂബിനകത്ത് തന്നെ ആ വോയിസിന്റെ ഇത് കേൾക്കുന്നുണ്ട്. മോളെ പറ, മോളെ കൊണ്ട് ആരാ പറയിച്ചേ, മോള് പറ. എന്നിട്ട് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കേസാവുന്നു. വേറൊരാൾ ഉപദ്രവിച്ചാൽ എങ്ങനെയാ അമ്മയ്ക്ക് കേസാവുന്നത്? അമ്മയ്ക്ക് കേസാവൂ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു പറയിക്കുക. അതും എനിക്ക് യാതൊരു ബന്ധമില്ല. ആ കേസ് കൊടുത്തത് CWC. അപ്പൊ അത് ചോദിക്കേണ്ട CWCയുടെ അല്ലേ ചോദിക്കേണ്ടത്? ആ കുഞ്ഞ് എഴുതി തന്നത് മാത്രമേ നമ്മളത് അറിയിച്ചിട്ടുള്ളൂ. നമ്മളല്ലാതെ ആ കുഞ്ഞിന് നമ്മുടെ കൗൺസിലർ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇവര് തേടി കണ്ടുപിടിച്ച് ഓരോരുത്തരുടെ ഇതും തേടി ഓരോ കേസും തേടി കണ്ടുപിടിച്ച് അവരുടെ പുറകെ പോവുക. സത്യം എന്താണെന്ന് അറിയുന്നില്ല. അതിനുശേഷം ഇങ്ങനെ ഒരു ആരോപണം ഇറക്കിയെന്ന് പറഞ്ഞു. കേസ് 3 കഴിഞ്ഞതിന് ശേഷം വീഡിയോ റിമൂവ് ചെയ്യാം എന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞു. ആ വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു, വെല്ലുവിളിക്കുന്നു. ഇതേപോലെ വെച്ചുച്ചിറ നിങ്ങൾ പോയി സമൂഹത്തോട് ചോദിക്കുമോ, നിങ്ങൾ പോയി വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്ക്, ഇതേപോലെ ജീവമാതാ കൊണ്ട് പോക്സോ കേസ് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം തന്നെ ആ വീഡിയോ കണ്ട അന്നേരം തന്നെ ഞാൻ വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു, ഇതേപോലെ ഞാൻ ഇത് ജീവമാതയുടെ ഡയറക്ടർ, ഞാൻ ഇതുവരെ വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ കേസ് തരുന്നത്, ജീവമാത പിന്നെ എങ്ങനെയാണ് കേസ് തരുന്നതെന്ന് വെച്ചപ്പം അവിടുന്ന് പറഞ്ഞ് ജീവമാതയായിട്ടൊരു ബന്ധമില്ല. പലരും വിളിച്ച് ചോദിച്ചു, ജീവമാതയായിട്ടൊരു ബന്ധമില്ല, CWC കേസ് കൊടുത്തേന്ന്. നിലവിൽ ഇവിടെ ഇപ്പോൾ കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളില്ല. ഇപ്പൊ എന്തോ കേസ് ആയതിനു ശേഷം ഇവിടെ നിന്നുള്ള എല്ലാരെയും വേറെ സ്ഥലത്തേക്ക് മാറ്റിയെന്ന് പറയുന്നത്. ഇപ്പൊ യൂട്യൂബുകാരൊക്കെ പറയുന്ന സ്ഥാപനം പൂട്ടി സീല് വെച്ചു, അമ്മമാരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജൂലൈ 1-ാം തീയതി ഞാൻ രാവിലെ തന്നെ CWCക്ക് മെയിൽ അയച്ചു, എനിക്കിനി കുട്ടികളെ നോക്കാൻ ബുദ്ധിമുട്ടായെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മെയിൽ അയച്ചായിരുന്നു. ജൂലൈ 2-ാം തീയതി എന്നിട്ട് വിളിച്ചു പറയുകയും ചെയ്തായിരുന്നു. ജൂലൈ 2-ാം തീയതി ഇതേപോലെ കുട്ടികളെ മാറ്റി. അത് അല്ലാതെ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ആയിരിക്കും മാറ്റിയത്, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ജൂലൈ 2-ാം തീയതി തന്നെ കുട്ടികളെ ഇവിടുന്ന് മാറ്റി. അത് നമ്മുടെ പറഞ്ഞേക്കുന്ന ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ നമുക്ക് മെയിൽ വന്നേക്കുന്നത് ചിൽഡ്രൻസ് ഹോം പൂട്ടിയിട്ടില്ല. ഇതുവരെ ചിൽഡ്രൻസ് ഹോം പൂട്ടിയിട്ടില്ല. ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ കുട്ടികളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുക എന്ന് വെച്ചാൽ യൂട്യൂബുകാർ അത്രയ്ക്ക് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അങ്ങ് വീഡിയോയിലും കുട്ടികളെ രക്ഷിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് CWC അപ്പം അവരുടെ ഇത് നോക്കി. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ സാമൂഹ്യനീതി വകുപ്പിനോ ഓർഫണേജ് കൺട്രോൾ ബോർഡിനോ ഒന്നും ഒരു സമാധാനമില്ല. ഡെയിലി ഓരോ പരാതിയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. SP-ക്ക്, കളക്ടറിന്, എല്ലാവർക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഒരു ദിവസം എങ്ങനെയായാലും 2-3 ഡിപ്പാർട്ട്മെൻറ്റുകാർ, നിങ്ങളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, 2-3 ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്ന് ഇതേപോലെ. അപ്പം അമ്മമാരെ കൗൺസിലിംഗ് ചെയ്ത സമയത്ത്, അമ്മമാരോട് സംസാരിച്ച സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല. അവർ നമ്മളെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ജഡ്ജി ഉൾപ്പെടെയല്ലേ വന്നേ. നമ്മൾ വെളിയിൽ നിൽക്കും, അവർ വന്ന് അമ്മമാരോട് സംസാരിച്ചിട്ട് പോകുന്നത്. അമ്മമാരെല്ലാം നല്ല ഹാപ്പിയാണ്, അവരൊന്നും ഒരു തെറ്റും നമ്മളെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്താലല്ലേ പറയത്തുള്ളൂ. അമ്മമാരെ ഭയങ്കരമായിട്ട് ഉപദ്രവം, ആഹാരം കൊടുക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആഹാരം കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കാണ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങളവിടെ പട്ടിണിയാണോ, അമ്മമാരെ പട്ടിണിക്ക് ഇട്ടേക്കുന്നോ. ഇവിടെ ഒന്നും കാണാത്ത ദൂരെയുള്ളവരൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചതുകൊണ്ട് അമ്മമാരെ അവിടെ പട്ടിണിയാ, നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മുടെ അവിടെ അന്വേഷണത്തിന് ആളാണ് ഇപ്പം. ഈ ലൈസൻസ് കട്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം, ലൈസൻസ് കട്ട് ചെയ്തായിരുന്നോ? എന്തോത്തിന്റെ ചിൽഡ്രൻസ് ഹോമിന്റെ? ഇല്ല, നമുക്ക് ഇതുവരെ കട്ടാക്കിയിട്ടില്ല. അമ്മേ, ഇതുപോലെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ റോഡിൽ ഉപേക്ഷിച്ചു തിരിച്ചു കൊണ്ടുവന്നു, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു പോസ്റ്റ്. ഓക്കെ,
ഇതില് ശരിക്കുള്ള സത്യാവസ്ഥ എന്തായിരുന്നു അമ്മേ? ഈ ലക്ഷ്മി കുറേ നാൾ കിടങ്ങന്നൂരുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടുന്ന് ലക്ഷ്മിയെ അവർക്ക് നോക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ റാന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. റാന്നിയിലാണ് ലക്ഷ്മിയുടെ വീട്. അങ്ങനെ റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത് ലക്ഷ്മിയെ ഏറ്റെടുക്കാനെ കൊണ്ട്. ലക്ഷ്മിയെ ഏറ്റെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലക്ഷ്മിയെ ഏറ്റെടുക്കുന്ന വീഡിയോയാണ്. ലക്ഷ്മിക്ക് നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ്. കാല് പോലും നിങ്ങൾക്ക് നോക്കാം, കാല് പോലും അനങ്ങാത്ത രീതിയിൽ 2 പോലീസുകാർ ഞാനും എൻ്റെ മോളും കൂടെ താങ്ങിയെടുത്ത് ലക്ഷ്മിയെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതാണ്. ഒരു വട്ടം പോലും ആ കാലൊന്നും അനങ്ങിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് ലക്ഷ്മിയെ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഏറ്റെടുക്കുന്നത്. പോലീസുകാർ താങ്ങി പിടിച്ച് അങ്ങോട്ട് കയറ്റുക. പിന്നീട് എന്താ അമ്മേ സംഭവിച്ചേ? അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം നമ്മളിവിടെ നോക്കി നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു. ലക്ഷ്മി വാക്കർ വെച്ച് നടക്കുന്ന അവസ്ഥയിലായി. നടന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് നമ്മൾ അറിയിച്ചു, ഇതേപോലെ ലക്ഷ്മിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരം, നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവരെ പ്രത്യേകിച്ച് അവരെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കണം എന്നാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശം. അതനുസരിച്ച് അവർ അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, വണ്ടിക്കൂലി അത്രയും വണ്ടി വിളിച്ചേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവിട്ട് വേണ്ടേ. ഇത് റാന്നിയിൽ അവർ അച്ഛനാണ്. ഇത് ഈ വീഡിയോക്കകത്തൊക്കെ വന്നിട്ടുള്ള അവർ അച്ഛനാണിത്. ഉണ്ടോ ഈ അച്ഛൻ ആ വീഡിയോക്കകത്ത് വന്ന് വെള്ളം പോലും ഇതാണ്ട് ലക്ഷ്മി ഏതാണ്ടി നിൽക്കുന്നത്, വാക്കർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ 4 പേര് ചേർന്ന് എടുത്ത് വണ്ടിക്കകത്ത് കയറ്റിയ ലക്ഷ്മിയാ ഈ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ലക്ഷ്മിയെ ഏറ്റെടുത്തോണ്ട് വന്നിട്ട് ഈ പരുവാക്കിയിട്ടാണ് അവരുടെ വീട്ടിൽ കൊണ്ട് നല്ല ആരോഗ്യവതിയാക്കി നടത്തിക്കൊണ്ട് കൊണ്ടുവിട്ടു. പക്ഷെ തിരിച്ച് അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഈ ലക്ഷ്മിയുടെ കാര്യം പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? അച്ഛനെ ഏൽപ്പിച്ചു. ഞാൻ അന്യരല്ല, അവരുടെ വീട്ടിൽ പോയി അച്ഛനാണ് അവിടെ നിൽക്കുന്നത്. അച്ഛനെ ഏൽപ്പിച്ചിട്ടാ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി മരണപ്പെട്ടു പോയത് യൂട്യൂബിനകത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്ന ലക്ഷ്മി മരണപ്പെട്ടു പോയെന്ന്. നമ്മൾ അതിനുശേഷം ലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അവർ അച്ഛനെ ഏൽപ്പിച്ച ഒരാളെ പിന്നെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആരോപണങ്ങൾ വരാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങൾ കൊണ്ട് കളഞ്ഞു എന്നെങ്കിൽ അതെനിക്ക് അറിയത്തില്ല. നമുക്ക് ആരോപണങ്ങൾ ചുമ്മാ ഒരു റൂമിനകത്തിരുന്ന് യൂട്യൂബർമാരല്ല ഇത് പറയുന്നത്. അവർ അച്ഛന് പൈസ കൊടുത്തപ്പോൾ അവർ അച്ഛനും കൂടെ ആ വീഡിയോക്കകത്ത് വന്നിരുന്നു പറഞ്ഞു. ഈ യൂട്യൂബിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കള്ളത്തരങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അങ്ങ് പറയുക. ഇത് നമ്മുടെ ഈ തെളിവുള്ളത് കൊണ്ടാണ് ഇവര് അന്വേഷിക്കണം, സ്ഥാപനം പൂട്ടണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. അന്വേഷണത്തിന് ഒരാൾ വരുമ്പോൾ ഈ തെളിവ് കണ്ടിട്ടാ പോകുന്നത്. അവർക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് വെച്ചേക്കും. എല്ലാത്തിനും ഒരു ഇൻസ്പെക്ഷൻ ഒരാൾ ഇവിടെ വന്നാൽ പോലും നമ്മൾ വിസിറ്റേഴ്സിനകത്ത് ഇൻസ്പെക്ഷൻ ബുക്കിനകത്ത് എല്ലാം എഴുതിപ്പിച്ചിട്ടാണ് വിടുന്നത്. ആ വന്ന് കണ്ടിട്ട് എന്താണ് ഇവിടെ കണ്ടത് എന്ന് വരെ എഴുതി വെച്ചിട്ടാ. ഇൻസ്പെക്ഷന്റെ കാര്യം മൊത്തം എഴുതി വെച്ചിട്ടാ പോകുന്നത്. അമ്മമാരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അമ്മമാര് അവര് സംസാരിക്കാനെ കൊണ്ട് ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മളെ ആ ഭാഗത്തോട്ട് അവർ കൊണ്ടുപോകാറില്ല. അമ്മമാരെ എല്ലാം കാണിച്ചിട്ട് പറയും നിങ്ങൾ അങ്ങ് ഇറങ്ങിക്കോളാൻ പറയും. സ്റ്റാഫുകൾ പോലും അവിടെ നിൽക്കത്തില്ല, നിങ്ങളിങ്ങ് മാറാൻ പറയും. ഞങ്ങൾ ഇവിടെ നിൽക്കും. അവർ അമ്മമാരോട് സംസാരിച്ചിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത്. അമ്മമാർക്ക് പരാതിയില്ല, അവർക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് ഏഴംകുളം PHS കൈതപ്പറമ്പ് PHS ഡോക്ടർമാരും നേഴ്സുമാരും വന്ന് അമ്മമാർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അമ്മമാർക്ക് ആവശ്യത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അമ്മമാരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നീറ്റായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നമ്മൾ അമ്മമാരെ ഇവിടുന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അത് സർക്കാർ കേൾക്കുന്നത്? ഓരോ യൂട്യൂബുകാർ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ അവരങ്ങ് യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യുക. എനിക്ക് ഇവിടെ നിന്ന് മക്കളെയൊക്കെ കൊണ്ടുപോയ സമയത്ത് വിഷമം തോന്നിയിരുന്നോ? വിഷമം തോന്നിയെന്നല്ല, ശരിക്കും തളർന്നു പോയ സമയമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ രാവും പകലും എല്ലാം ഇതിനകത്ത് തന്നെ ആയിരുന്നു. ഒരു ദിവസം ടൂറ് പോലും പോയി മാറി നിൽക്കത്തില്ല, ടെൻഷനാണ്. ഇത്രയും കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഈ ഓരോ പ്രശ്നത്തിൽ വരുന്ന പിള്ളേരെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കുട്ടികളും ഏറ്റവും കൂടുതൽ ഈ ജീവമാതയിലായിരുന്നു.
അപ്പം ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുമ്പോഴത്തേന് എൻ്റെ മോളെ എൻ്റെ വർഷയും ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ ടൂറ് കൊണ്ടുപോകും, അവർ സിനിമയ്ക്ക് കൊണ്ടുപോകും, എല്ലാ CWCയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോഴത്തേനും അവരെ അമ്പലത്തിൽ വിടും. അവർ ഡാൻസ് പാട്ട് എന്ന് ഇവിടെ ആഘോഷമായിരുന്നു. ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നാൽ പോലും കുഞ്ഞുങ്ങളുടെ ഡാൻസ് മസ്റ്റായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പ്രോഗ്രാമിനും ജീവമാതയിലെ കുഞ്ഞുങ്ങൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ അത്രയും സ്നേഹിച്ച് അത്രയും കണ്ട് അത്രയും വളർത്തിക്കൊണ്ട് വന്ന ഒരു കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ആർക്കായാലും താങ്ങാൻ പറ്റത്തില്ല. തളർന്നു പോയ സമയമായിരുന്നത്. അപ്പോൾ ഇപ്പം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പം വിഷ്ണു എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം വേറെ വീടെടുത്ത് മാറുന്നു. അങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ മോൻ അങ്ങനെ എന്നെ വിട്ട് മാറി നിന്നിട്ടേ ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം അവർ പുന്നലെ പോയി നിന്നു. പുന്നലെ പോയി നിന്നപ്പോഴും ഞങ്ങൾ കാണുമായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ പോയി നിന്നേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായിരുന്നു, കുടുംബ വീട്ടിലായിരുന്നു. അങ്ങനെ വിഷ്ണു എല്ലാ കാര്യത്തിനും മാറി നിന്നില്ല. പിന്നെ അവൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഇവിടെ അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഇവിടെ വന്നിട്ടില്ല, അതേ ഉള്ളൂ. അല്ലാതെ അവൻ ഇപ്പോഴും കണ്ടില്ലേ നമ്മുടെ ഒപ്പം ഉണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷം വേറൊരു വീടെടുത്ത് അത് വേറെ അങ്ങനല്ല, ആ വീട് ഞാനാ വെച്ചു കൊടുത്തത്. ആ ഒരു വീട് വെച്ചു കൊടുത്ത് അവരെ സെപ്പറേറ്റ് ആക്കി അവർക്ക് കൊടുത്തതാ, ജീവിക്കാനെ കൊണ്ട് അവര് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാ. ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സിൽ പറയുന്ന ഒരു കാര്യമാണ് വിഷ്ണു കഞ്ചാവ് കേസിലെ പ്രതിയാണ്, കൊടും ഭീകരനാണ്, അതുപോലുള്ള ഒരുപാട് കേസുകൾ വിഷ്ണുവിന്റെ പേരിലുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? വിഷ്ണു ഗൾഫിൽ പോകാനെ കൊണ്ട് പോലീസ് കേസ് ഉണ്ടെങ്കിൽ FIR ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അവൻ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് പത്തനാപുരത്ത് ചെമ്മണ്ണ് ബാങ്കിൽ ജോലി കയറി. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ നിയമപ്രകാരം ഏതൊരു സ്ഥാപനത്തിലും ഇപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം അത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിഷ്ണുവിന് കൊടുത്തത്. അപ്പം ആ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ വീട് വെച്ചു, സ്വന്തമായിട്ട് അവന് വരുമാനമായി. അവർ ഇഷ്ടം പോലെ കൊളാബും വീഡിയോയും ഒക്കെ ചെയ്ത് അവർക്കൊരു വരുമാനമായി. അവരുടെ വരുമാനത്തിൽ അവർ ജീവിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് കണ്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് യൂട്യൂബർമാർ ഇറക്കിയ ഒരു പ്രസ്താവനയത്. അവർ ജീവിക്കുന്നത് അവരുടെ ചെലവിൽ തന്നെ, ജീവമാതയുടെ ചെലവിലല്ല അവർ കഴിയുന്നത്. അവർക്ക് സ്ഥിരമായിട്ട് അവരുടെ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ അറിയാം, അവരുടെ വരുമാനം കൊണ്ടാണ്, അവരുടെ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ അമ്മ പറഞ്ഞു ജീവമാതയുടെ ബലത്തിലല്ല വിഷ്ണു ജീവിക്കുന്നത്, സ്വന്തമായി ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജീവമാതയുമായി ഒരു ബന്ധമില്ലാത്ത വിഷ്ണുവിന് എങ്ങനെ ഇത്രയധികം പേരുദോഷങ്ങളും അല്ലെങ്കിൽ ഇത്രയധികം കേസുകളുടെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലുള്ള? അത് വിഷ്ണുവിന് അങ്ങനെ വന്നതല്ല. വിഷ്ണു ജീവമാതയായിട്ട് ബന്ധമില്ല എങ്കിലും വിഷ്ണു എൻ്റെ മോനല്ലേ. സ്ഥാപനത്തെ തകർക്കുക എന്ന് പറയുമ്പോൾ സ്ഥാപനം നടത്തുന്നത് ഞാനല്ലേ. അപ്പം എന്നെ തകർക്കാനെ കൊണ്ട് ആയുധം എൻ്റെ മക്കളാണ് എൻ്റെ ശക്തി. എൻ്റെ മക്കൾ 4 പേരും എൻ്റെ കൂടുണ്ട്. അപ്പം അത് എൻ്റെ വലിയൊരു ശക്തിയാണ്. അപ്പം അവരെ പൊളിച്ചടക്കുക, ഞങ്ങളെല്ലാം മാറ്റി മാറ്റി കൊണ്ടുപോവുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്, ജീവമാതയെ തകർക്കുക എന്ന് കണ്ടുകൊണ്ടാണ് വിഷ്ണുവിനെതിരെ ഇത്രയും പോസ്റ്റുകൾ വന്നത്. അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ആർക്കായാലും പോയി അന്വേഷിക്കാം. ഒരു FIR ഇട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലവിൽ എന്തെങ്കിലും കേസ് വിഷ്ണുവിന്റെ പേരിൽ ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടപ്പുണ്ട്. അതല്ലാതെ വേറെ വിഷ്ണുവിനെതിരെ വേറെ ഒരു കേസും ഇല്ല. ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്നിട്ട് ഇവിടെ മരിക്കുന്ന ആൾക്കാരുടെ ബോഡി വിൽക്കുന്നു, അല്ലെ അവയവങ്ങൾ വിൽക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരുന്നോ? ഇവിടെ താമസിക്കുന്ന അമ്മമാരെന്ന് വെച്ചാൽ തീർത്തും പ്രായമുള്ള അമ്മമാരാണ്. അപ്പം അല്ലെങ്കിൽ തന്നെ ഈ ബോഡിയൊക്കെ അങ്ങനെ വിൽക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനത്തിലും അങ്ങനെ ബോഡി വിൽക്കുകയോ അവയവം അങ്ങനെ കടത്തുകയോ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മാസത്തിൽ 2-3 വട്ടം ഇവിടെ ഇൻസ്പെക്ഷന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാ സ്ഥാപനത്തിൻ്റെയും കാര്യം പറയുക, ഒരമ്മയെ ഏറ്റെടുത്താൽ അതുമുതൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് മോൻ കൗൺസിലിംഗ് ചെയ്ത് മോൻ കൊണ്ടുപോയാലും ആ അമ്മ മരണപ്പെട്ടാലും ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിക്കണം. അതേപോലെ എല്ലാ മാസവും ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഒരമ്മ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അവർ ബന്ധപ്പെടും, ആ ഹോസ്പിറ്റലുണ്ടോ എന്ന് ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ പ്രായമുള്ളവരുടെയൊക്കെ അവയവമൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് വിൽക്കാൻ പറ്റുമോ? ഇത് കേരളമല്ലേ, അങ്ങനെ വിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ? ഇത്രയും
ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇങ്ങനെ പരിശോധന നടക്കുമ്പം ഇങ്ങനെ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? തന്നെയല്ല അവർ പറയുന്നത് ഒരമ്മ മരിച്ചാൽ 25,000 രൂപ കിട്ടുമെന്ന് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരമ്മ മരണപ്പെട്ടാൽ, ആരുമില്ലാത്തൊരമ്മ മരണപ്പെട്ടാൽ 10,000 രൂപ എനിക്ക് ചിലവാണ്. എനിക്ക് നല്ല എല്ലാ സ്ഥാപനക്കാർക്കും അങ്ങനെ എന്ന് വെച്ചാൽ പൊതുശ്മശാനത്തിലാണ് അടക്കേണ്ടത്. ഈ അമ്മയുടെ ബോഡി എവിടെ മോർച്ചറി, നമുക്കൊരമ്മ മരണപ്പെട്ടാൽ നിയമപരമായിട്ട് ചെയ്യേണ്ടത് 3 ദിവസം പത്രത്തിൽ കൊടുക്കണം. പത്രത്തിൽ കൊടുത്തിട്ട് 3 ദിവസം അമ്മ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നോന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഈ 3 ദിവസവും മോർച്ചറിയിലാണ് വെക്കുന്നത്. അപ്പം അവിടുത്തെ പൈസ ഇത് ആരും ബോഡി ഏറ്റെടുക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പൊതുശ്മശാനത്തിൽ 4,500 രൂപ അടയ്ക്കണം. 4,500 രൂപ സർക്കാരിന് അടച്ചിട്ടാണ് ഈ പൊതുശ്മശാനത്തിൽ അടക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ പൈസ ഈ നമ്മുടെ ഈ സർക്കാരിന് അടയ്ക്കുന്ന പഞ്ചായത്തിൽ വില്ലേജിൽ അടയ്ക്കുന്ന 4,500 രൂപ, പിന്നെ ഈ ആംബുലൻസിന്റെ കൂലി, ഇതെല്ലാം സ്ഥാപനക്കാരല്ലേ കൊടുക്കുന്നത്. അപ്പം സ്ഥാപനക്കാരുടെ കയ്യിൽ നിന്നല്ലേ പൈസ പോകുന്നത്. ഏത് അമ്മ മരിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ പൈസ കിട്ടുന്നത്? അത് വെറുതെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നങ്ങ് ഓരോന്ന് പറയുക. അതേപോലെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു കാര്യം, എൻ്റെ മരുമോളെ ഞാൻ 3 വർഷത്തിനകം തട്ടിക്കളയും എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്? അതേപോലെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട്, എനിക്ക് അയാളോട് ഒരു ശത്രുതയില്ല, നല്ലൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല, കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ. ഞാനല്ലാതെ പുള്ളിക്കാരനുമായിട്ട് എനിക്കൊരു ശത്രുതയില്ല. പുള്ളിക്കാരൻ്റെ സ്ഥാപനം പൂട്ടിയപ്പം അവിടുത്തെ 4 സ്ഥാപനക്കാർ അവിടുത്തെ അന്തേവാസികളെ കൊണ്ടുപോയത്, അത് സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം. ആ 4 സ്ഥാപനത്തിലെ ഒരു സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. പുള്ളിക്കാരൻ പറയുന്നത് ജീവമാതാ കാരുണ്യ ഭവന് തരാൻ വേണ്ടിയിട്ട് അവർ പൂട്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ആൾക്കാരെ ഇവിടെ തരണ്ടേ? വേറെ മഹാത്മാ ജനസേവന കേന്ദ്രം, ഗിൽഗാൽ ആശ്വാസ് ഭവനം, ശാലോം കാരുണ്യ ഭവൻ, ജീവമാതാ കാരുണ്യ ഭവൻ, ഈ 4 സ്ഥാപനത്തിലേട്ടാണ് സ്ത്രീകളെ ഇവിടെ തന്നു പുരുഷന്മാരെ ഡിവൈഡ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും മാറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി സ്ട്രെങ്ത് അനുസരിച്ച് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹ്യനീതി വകുപ്പാണ് മാറ്റിയത്. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതേപോലെ ഒരു നസീമ എന്ന് പറയുന്ന ഒരു അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മരിച്ച് നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തു. പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ നസീമാമ്മയുടെ സഹോദരൻ നാസർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്ന് ആദ്യം പറഞ്ഞ് ഇതേപോലെ, അപ്പം നമ്മൾ ഒരമ്മ മരിച്ച പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊടുക്കുമല്ലോ, പോലീസുകാരെ ഒന്ന് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊടുക്കാനെ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ നിന്ന സമയത്ത് പുള്ളിക്കാരൻ പോയി പത്തനംതിട്ട മുസ്ലിം ജുമാഅത്തിലെ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അവർ റിക്വസ്റ്റ് എഴുതി തന്നിട്ടാണ് ഈ അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അവർക്ക് വിട്ടുകൊടുത്തത്. ഒരു പള്ളിയിലെ അടക്കം ചെയ്യണം, അതുകൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പുള്ളിക്കാരൻ പറയുന്ന മൊത്തം അടിസ്ഥാനമില്ലാത്ത ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത് മൊത്തം. എന്നെ പുള്ളിക്കാരൻ അറിയത്തില്ല, ഞാൻ എൻ്റെ വീടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. അതേപോലെ യൂട്യൂബിനകത്ത് സുറുമി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി പറഞ്ഞായിരുന്നു, അമ്പിളി എങ്ങനെ ഉദയഗിരിജിയായി, എൻ്റെ പേര് അമ്പിളി എന്നാ, സ്ഥാപനം നടത്താനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് വേറെ എന്താണ്ടൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടി ഉദയഗിരിജ എന്ന പേര് മാറ്റിയെന്നു. ഞാൻ 1997 SLC പരീക്ഷ എഴുതിയതാ. ആ എൻ്റെ SLC ബുക്കിനകത്ത് വരെ ഉദയഗിരിജ എന്ന എൻ്റെ പേര്. എല്ലാം അമ്പിളി എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്പിളി. എൻ്റെ അമ്മ വീട്ടിൽ വിളിക്കാൻ ഉദയഗിരിജ എന്ന് വിളിക്കാൻ അമ്മയ്ക്ക് പാടായതുകൊണ്ട് അമ്പിളി എന്ന് വിളിച്ചു. അപ്പൊ വീട്ടിന്റെ അടുത്തുള്ളവരെല്ലാം എന്നെ അമ്പിളി എന്നാ വിളിക്കാറ്. ഇവിടെ വരുന്നവരെല്ലാം എന്നെ ഗിരിജ എന്നാ. ഉദയഗിരിജയെന്ന് ഞാൻ ആരോടും പറയാറില്ല, ഞാൻ ഗിരിജ എന്നാ സാധാരണ. എന്നെ അറിയുന്ന ഗിരിജ എന്നാ അറിയുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ രക്തം പുരണ്ട കൈയാന്നോ എനിക്കറിയത്തില്ല എന്നെക്കുറിച്ച് പറയുന്നത്. അതേപോലെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് പിടിപാടുണ്ട്, അതുകൊണ്ടാ ഈ സ്ഥാപനം പൂട്ടാതെ ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉള്ളത് കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ വന്നത് പത്തനംതിട്ട ജഡ്ജിയാ വന്നത് എന്ന് പറഞ്ഞ കണക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവരെയൊക്കെ നമുക്ക് പൈസ കൊടുത്ത് ഒതുക്കുവാന്നാ പറയുന്നത്. നമുക്ക് ഇവരെയൊക്കെ പൈസ കൊടുക്കാൻ പറ്റൂ? കളക്ടറിനെ പൈസ ഒതുക്കാൻ പറ്റൂ? ജില്ലാ ഓഫീസറിനെ നമ്മൾ പൈസ അവരുടെ സ്ഥാനം അവരുടെ ജോലിയാണോ നോക്കുന്നത്? എനിക്ക് കൂട്ടു നിൽക്കാനാണോ അവർ നോക്കുന്നത്? ഇവിടെ വന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ അവിടെ എല്ലാത്തിനും തെളിവുകളുണ്ട്. അവർ വന്ന് നോക്കുന്നു, അമ്മമാരോട് സംസാരിക്കുന്നു, നമ്മുടെ ഭാഗത്തെല്ലാം ക്ലിയർ ആയതുകൊണ്ട് അവർ വന്നിട്ട് അതേപോലെ പോകുന്നു. ഉടനെ പറയുന്നത് ഞാൻ അതേപോലെ ഇവിടെ പൗരസമിതിയുടെ പ്രകടനമൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പർ രാവിലെ ഇവിടെ വന്ന് എൻ്റെ മരുമോളോടും കുഞ്ഞിനോടും ഇവിടെ ഉള്ളവരോടെല്ലാം നല്ല സ്നേഹത്തോടെ സംസാരിച്ച്
നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ സംസാരിച്ചിട്ട് പോയി. രാത്രി ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം മെമ്പറിൻ്റെ ലൈവ് പ്രതിഷേധ പൗരസമിതിയുടെ ജാഥയുണ്ട് ഇവിടെ, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞൊരു വാർഡ് മെമ്പർ ലൈവായിട്ട് വന്ന് വീഡിയോ ഇട്ടേക്കുന്നു. ഇവിടെ വന്ന് സമാധാനിപ്പിച്ചിട്ട് പോയതാ രാവിലെ. ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ ക്യാമറയുണ്ട്, ഫുള്ള് ക്യാമറയാണ്, അതെല്ലാം റെക്കോർഡ് ചെയ്യുക, നമ്മൾ പറയുന്ന ഫുള്ള് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. വന്ന് പരസ്യമായിട്ട് വന്ന് ഇതെല്ലാം സംസാരിച്ചിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ആ വീഡിയോയ്ക്കകത്ത് കണ്ടത് നെഗറ്റീവ്. ആ മെമ്പർ എന്താ ചെയ്തത്? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ പറയുന്ന നമ്മുടെ സത്യസന്ധത മനസ്സിലാക്കുന്നില്ല. നമ്മളിവിടെ പക്കയായതുകൊണ്ട് നമ്മളെ ആരും ഒന്നും പറയുന്നില്ല. വന്ന് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി സ്റ്റാഫുകളെ നിർത്തുമ്പോൾ അങ്ങനെ നിർത്താവുള്ളൂ, ഇങ്ങനെ നിർത്താവുള്ളൂ. ഇന്ന് തന്നെ ഞാൻ ഒരു സ്റ്റാഫിനെ ഞാൻ നിർത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ എനിക്ക് ഇന്ന് രാവിലെ ഒരു വോയിസ് മെസ്സേജ് വന്നു. ഇത് കേട്ടാൽ ഞാനൊരു പെണ്ണാണ്, ഞാൻ ഈ ഒരുപാട് വിഷമത്തോടെയും ഒക്കെ ജീവിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് ഒരാളെ സങ്കടം കേൾക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്ക് ശരിക്കും സങ്കടം വരും. രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ സങ്കടപ്പെടല്ലേ. ഒരു പെണ്ണ് കരഞ്ഞു വിളിച്ച് മേഡം എന്നെ സഹായിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ എൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു. അതെ, മാമിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കരുത്. എന്താന്ന് വെച്ചാ മാം ഒന്ന് പറയണേ പ്ലീസ്. മാം എന്നെ സഹായിക്കുമോ? എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു കുഞ്ഞിനെയും കൂടെ നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജോലി ശരിയാക്കി തന്നാലും മതി. മാമിന്റെ കെയർ ഓഫിലാകുമ്പോ ഒരു ധൈര്യം ഉണ്ടല്ലോ. എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാണ്. കുടി എത്ര കാര്യം പറഞ്ഞാലും അയക്ക് മനസ്സിലാവില്ല. മെസ്സേജ് അയച്ചേക്കുന്നത് എന്നെ കൈവിടല്ലേ, ഞാൻ മേഡത്തിന്റെ മറുപടി നോക്കിയിരിക്കുകയാണ്, എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എനിക്ക് എന്റെ മുന്നിലുള്ളൂ. കണ്ടോ, അങ്ങേര് സമാധാനത്തോടെ വന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങും, എനിക്ക് മാത്രം സമാധാനമില്ല. ഇങ്ങനെയാണ് എനിക്ക് ഓരോ മെസ്സേജുകൾ. ഈ നമ്പർ എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതേ ഇല്ല, എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഓരോരുത്തർ ജോലി അന്വേഷിച്ച് വരുന്നത്. ഇങ്ങനെ ഒരാൾ, ഞാനൊരു പെണ്ണല്ലേ, നമ്മളെ വിളിച്ചൊരു പെണ്ണ് ഇങ്ങനെ സങ്കടം പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ അവരോട് പറഞ്ഞു ഇതേപോലെ പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഭർത്താവ് അടിയുണ്ടാക്കും, ഭർത്താവ് അറിയും, ഭർത്താവിൻ്റെ വീട്ടുകാരങ്ങനെ ചെയ്യും, അതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ശരി, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിനോട് എന്തോ പറയാൻ? ഇത് ആരേലും പണി തരാൻ ഇതേപോലെ സന്ധ്യ പല്ലവി ഇവിടെ വന്നത്. സന്ധ്യ പല്ലവി ഇവിടെ വന്ന് ജോലിക്ക് നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് ഞാൻ അടുത്ത ഇതാണോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞേക്കുന്നത് ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ നല്ല നോക്കിയിട്ട് വേണം എടുക്കാൻ, നല്ല വിശ്വാസമുള്ളവരെ മാത്രം, അറിയുന്നവരെ മാത്രമേ എടുക്കാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അവർ നല്ല സന്തോഷത്തോടെ സാമൂഹ്യനീതി വകുപ്പായാലും ഇപ്പം ജഡ്ജി വന്ന് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അതല്ലാതെ ജഡ്ജി വന്നിട്ട് ഇത് പൂട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അമ്മമാരോട് സംസാരിക്കാം. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അന്നും ഇന്നും എന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ യൂട്യൂബുകാരെല്ലാം പറയുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ഞാൻ സ്വാധീനിക്കുക, എനിക്ക് ഭയങ്കര സ്വാധീനമാണ്. ഞാൻ ഗണേഷ് കുമാർ സാറിനെ പത്തനാപുരത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് ഇലക്ഷൻ വർക്കിനും ഒക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അറിയാം എന്നല്ലാതെ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം 2-3 വട്ടമേ ആകെ കണ്ടിട്ടുള്ളൂ. ഇരിക്കുന്നത് എൻ്റെ സന്ധ്യയുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് സാറിൻ്റെ കൂടെ. ആ ഫോട്ടോ ഇപ്പോൾ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നത്, അടുത്ത സരിതയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഇവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, അടൂർ MLA ചിറ്റേൻ സാറ്, ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനും നേരത്തെ വരുമായിരുന്നു. എനിക്ക് വളരെ ഒരുപാട് ഞാൻ ആദരിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു അമ്മയുടെ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് സംബന്ധിച്ച് ഈ +1 കഴിഞ്ഞിട്ട് നമ്മുടെ ഹോമിൽ കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ +2 അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര താമസം. തിരുവനന്തപുരത്തൊക്കെ പോയാൽ അഡ്മിഷനൊക്കെ ശരിയായി കിട്ടത്തുള്ളൂ. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ സാറിനെ വിളിക്കുന്നു, സാർ ഇതേപോലെ ഒരു അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറയുമ്പോൾ സാറും പിന്നെ അതേപോലെ മെമ്പർ സെക്രട്ടറി സിനുകുമാർ സാറും കൂടെ ചേർന്നാൽ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനൊക്കെ റെഡിയാക്കി തരും. അങ്ങനെയൊക്കെയുള്ള പരിചയമേ ഉള്ളൂ. അതല്ലാതെ ഇവർ പറയാൻ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുക വേറെ രീതിയില്ല. അതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ ന്യൂസിലൊക്കെ കണ്ട കാര്യമാണ്, ഈ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് 27 പേർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ FIR ഇട്ട് കഴിഞ്ഞു, അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അത് ആയിട്ട് മുന്നോട്ട് പോകുന്നു.
പിന്നെയെന്ന് വെച്ചാൽ അല്ലാതെ എനിക്കെതിരെ സ്ഥാപനത്തിനെതിരെ എനിക്കെതിരെ ഇട്ടവർക്ക് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. അല്ലാതെ തന്നെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് നീതി ലഭിക്കും എന്നൊരു വിശ്വാസം? തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. നമ്മുടെ ഈ തെളിവുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർ തെളിയിച്ചുകൊണ്ട് വരണം. യൂട്യൂബിനകത്തിട്ട ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് അവർ തെളിയിച്ചുകൊണ്ട് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓരോന്നിനും ഇവർ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അങ്ങനൊരു വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ ഇതിനകത്ത് വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എത്ര യൂട്യൂബേഴ്സ് വന്നാലും ഈ ഒരു ഭവനം ഇങ്ങനെ തന്നെ നിലനിൽക്കും. അതെ, നമ്മളിങ്ങനെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ രീതി ചിന്തിച്ചാലോ ചെയ്താലേ ഉള്ളൂ നമുക്കൊരു പേടി. നമ്മൾ തെറ്റായ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. അപ്പം എന്തുകൊണ്ട് അമ്മയ്ക്കും നീതി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ.